വളരെ എളുപ്പത്തിൽ പച്ച മസാലയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വായോ. 6 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ ബീൻസ്, പച്ച മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ ബീൻസ് 6 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ ബീൻസ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഇടുക. പിന്നെ അരിഞ്ഞു വെച്ച മീഡിയം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് നെടുവേ കീറിയത്, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ ടേസ്റ്റിന് വേണ്ടി ക്യാരറ്റും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കൊഴുപ്പും കിട്ടും, നമ്മുടെ കറിക്ക് ടേസ്റ്റും കൂടും. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു 6 വിസിൽ വരെ നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് വേകട്ടെ, നമുക്ക് വേറെ പണിയുണ്ട് കേട്ടോ. അതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയാലോ. ആഹാ, ഇടിയപ്പം പണിപ്പുരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ട് തിരിക്ക്. ഇടിയപ്പത്തിന്റെ പണി ഏകദേശം അവിടെ കഴിയാറായപ്പോഴത്തേക്കും ഞാൻ ഇവിടെ കറിയുടെ ബാക്കി പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം നമ്മുടെ ഈ പറഞ്ഞ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടിയും ഗരം മസാലയും നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ വേവിച്ച് വെച്ച് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ച കൂട്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരൊറ്റ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല സൂപ്പറാണ് കേട്ടോ. വേണമെങ്കിൽ ഉപ്പ് കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പച്ച മസാലയിട്ട് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് കറി എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.